ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ ടെൻസസ് ചാപ്റ്ററിൻ്റെ അടുത്ത കൺസെപ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കവർ ചെയ്യും. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ഹവ് ഗോൺ ത്രൂ ദ വീഡിയോ. ആൻഡ് ഇന്ന് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം. എല്ലാ ടോപ്പിക് ടെൻസസിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം സ്ട്രക്ചർ പഠിക്കും ആൻഡ് ദെൻ വി വിൽ ലേൺ ദ യൂസേജ്. ഓക്കെ, സോ ഇതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഇറ്റ്സ് എ സിമ്പിൾ സ്ട്രക്ചർ. സബ്ജക്ട് പ്ലസ് was or were plus v1 plus ing. സോ ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഐ വാസ് ടീച്ചിങ്. സോ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്ന ഒരു ആക്ഷൻ. ഇതിൻ്റെ മെയിൻ യൂസേജസ് എന്താണ്? നമ്മളെ ഫസ്റ്റ് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിൽ രണ്ട് ആക്ഷൻസ് നടക്കുകയാണ്. രണ്ട് ആക്ഷൻസും കണ്ടിന്യൂസ് ഫോമിൽ നടക്കുകയാണ്. എന്നിട്ട് രണ്ടും ഒരേ സമയത്ത് നടക്കുകയാണ്. അവിടെ നമ്മൾ രണ്ട് ഭാഗത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരിക്കലും പറയാം, പാസ്റ്റ് രണ്ട് ആക്ഷൻസ് ഉണ്ട്. രണ്ടും എന്താണ്? കണ്ടിന്യൂസ് ഫോമിലാണ്. ഓക്കെ, എന്നിട്ട് രണ്ടും ഒരേ സമയത്ത് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് പാർട്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിക്കുകയായിരുന്നപ്പോൾ എൻ്റെ അനിയൻ ഗെയിം കളിക്കുകയായിരുന്നു. സോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പാസ്റ്റിലുള്ള കണ്ടിന്യൂസ് ആക്ഷനാണ്. ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റിലുള്ള കണ്ടിന്യൂസ് ആക്ഷനാണ്. എന്നാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതേ സമയത്താണ് അവനും ചെയ്തത്. സോ ഞാൻ ഇതിന് ഇംഗ്ലീഷ് എന്ത് പറയും? While I was studying, my brother was playing games. So ഇവിടെ നോക്ക്, while I was, so ഇവിടെ ഞാൻ എഴുതുകയാണെങ്കിൽ while I was studying. ഓക്കെ, ഇത് കണ്ടിന്യൂസ് അല്ലേ? സബ്ജക്ട് പ്ലസ് was പ്ലസ് ing. My brother was playing games. ഇവിടെയും മൈ ബ്രദർ വാസ് എന്നിട്ട് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വാസ് പ്ലേയിങ് ഗെയിംസ്. യെസ്, ഇതാണ് നമ്മൾ ഇതിൻ്റെ പറഞ്ഞ ഫസ്റ്റ് യൂസേജ്. ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് ടു പാരലൽ ആക്ഷൻസ് കണ്ടിന്യൂയിങ് ഇൻ ദ പാസ്റ്റ്, യു വിൽ യൂസ് രണ്ട് ആക്ഷൻസ് പാരലായിട്ട് നടക്കുകയാണ്, കണ്ടിന്യൂസ് ഫോമിൽ നടക്കുകയാണ്. ദെൻ രണ്ടിടത്തും നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. ഇവിടെ നോക്ക്, വൈൽ ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ വൈൽ എന്നുള്ള വാക്കാണ് നമുക്കിത് പാരലായിട്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബ്രദർ എന്ത് ചെയ്യായിരുന്നു? മൈ ബ്രദർ വാസ് വാച്ചിങ് എ മൂവി. സോ ഇവിടെ രണ്ട് ആക്ഷൻസ് ഉണ്ട്. ഒന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് ഒരു ആക്ഷനാണ്, ഫസ്റ്റ് ആക്ഷൻ. ഓക്കെ, ഞാൻ വെറുതെ നമ്പർ ഇടുന്നതാണ്, അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് നോക്കേണ്ട ആവശ്യമില്ല. വാച്ചിങ് എ മൂവിയാണ് നമ്മൾ അടുത്ത ആക്ഷൻ. രണ്ട് ആക്ഷൻ നടക്കുന്നു, എന്നിട്ട് രണ്ട് കണ്ടിന്യൂസ് ഫോമിലാണ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് തീർന്നപ്പോഴോ ഒന്നും അല്ല, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അനിയൻ എന്ത് ചെയ്യായിരുന്നു? മൂവി വാച്ച് ചെയ്യായിരുന്നു. രണ്ടും കണ്ടിന്യൂസ് ആക്ഷനാണ്, രണ്ടും ഒരേ സമയത്ത് നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടിടത്തും എന്ത് യൂസ് ചെയ്യുന്നത്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഐസ് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ കൂടെ ആമും വാസ് സിംഗുലർ ആയിട്ട് വരും. ഓക്കെ, അതേപോലെ മൈ ബ്രദർ സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ വാസ് വന്നു, ബാക്കി v1 പ്ലസ് ing. ഈ സ്റ്റേറ്റ്മെൻറ്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ഇവിടെ നോക്ക്, വൈൽ ഐ വാസ് ഡൂയിങ് മൈ വർക്ക് ഡൂയിങ് ഫസ്റ്റ് ആക്ഷൻ ആണ്. പിന്നെ മൈ സിസ്റ്റർ വാസ് ലിസ്ണിംഗ് ടു ദ മ്യൂസിക്. സോ അവൾ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ വർക്ക് ചെയ്യായിരുന്നു. രണ്ടും ഒരേ സമയത്താണ് നടന്നത്. അതെങ്ങനെ മനസ്സിലായി? വൈൽ. അങ്ങനെ ആകുമ്പോൾ രണ്ട് സൈഡിലും എന്ത് വരണം? പാസ്റ്റ് കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഐൻ്റെ അവിടെ വാസ് വരും, പിന്നെ ഇവിടെ v1 പ്ലസ് ing ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സബ്ജക്റ്റ് സിംഗുലർ ആണ് അവിടെ, അതുകൊണ്ട് വാസ് വന്നു, അതിൻ്റെ കൂടെ ഇവിടെ v1 പ്ലസ് ing. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇവിടെ നോക്ക്, വൈൽ ഐ ഹാഡ് ബീൻ ഡാൻസിങ് ഷീ വാസ് സിംഗിങ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ എന്ത് ചെയ്യായിരുന്നു? സിംഗ് ചെയ്യായിരുന്നു, പാടായിരുന്നു. രണ്ട് ആക്ഷൻസ് ഉണ്ടല്ലോ അല്ലേ? ഒന്ന് ഡാൻസിങ്ങും ഒന്ന് സിംഗിങ്ങും. രണ്ടും കണ്ടിന്യൂസ് ഫോമിൽ നടക്കുകയല്ലേ? ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ പാടുമായിരുന്നു. ആ വൈൽ എന്നുള്ള വാക്ക് കാണുമ്പോഴും നമുക്കറിയാം രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന ആക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? രണ്ട് സൈഡിലും എന്ത് വരണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ വരേണ്ട. അപ്പോൾ ഇവിടെ കിടക്കുന്നത് ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെയാണ്. സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വാസ് വന്നു പ്ലസ് v1 പ്ലസ് ing. പക്ഷേ ഇവിടെ കിടക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ? ഇല്ലല്ലോ, ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ഇതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഐയുടെ കൂടെ വാസ് വരും ആൻഡ് ബാക്കി കറക്റ്റാണ്. സോ വൈൽ ഐ വാസ് ഡാൻസിങ് ഷീ വാസ് സിംഗിങ് എന്നാണ് ഇവിടെ കറക്ഷൻ ആവുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, വൈൽ ഷീ ഹാഡ് ബീൻ കുക്കിംഗ് ഫുഡ് ഐ ഹാഡ് ബീൻ ലിസ്ണിംഗ് ടു മ്യൂസിക്. ഇവിടെയും വൈൽ കാണുമ്പോൾ നമുക്കറിയാം പാരലൽ ആക്ഷനാണ്, രണ്ടും കണ്ടിന്യൂസ് ആക്ഷനാണ്. അവൾ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു? പാട്ട് കേൾക്കുമായിരുന്നു. സോ രണ്ടും കണ്ടിന്യൂസ് ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ്. അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് എന്താണ് വരേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരേണ്ടത്. ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് വാസ് വർ പ്ലസ് ing. സോ ഇവിടെ ഹാഡ് ബീൻ്റെ ആവശ്യമില്ല, സബ്ജക്റ്റ് സിംഗുലർ ആണ്, അപ്പോൾ ഷീ വാസ് കുക്കിംഗ് എന്നാൽ വരും ഇവിടെ. അപ്പുറത്ത് അതേപോലെ
ഐ ഹാഡ് ഇവിടെ ആവശ്യമില്ല, ഐയുടെ കൂടെ വാസ് ആണ് വരണത്. ഐ വാസ് ലിസ്ണിംഗ് ടു മ്യൂസിക്. സോ വൈൽ ഷീ വാസ് കുക്കിംഗ് ഫുഡ് ഐ വാസ് ലിസ്ണിംഗ് ടു മ്യൂസിക്. ഇതാണ് അതിൻ്റെ കറക്റ്റ് യൂസേജ്. അപ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാനിവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും കറക്ഷൻ എഴുതി കാണിക്കുന്നുണ്ട്. എക്സാമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിൽ എറർ ഉണ്ടോ അതാണ് നോക്കേണ്ടത്. പക്ഷേ കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ, അങ്ങനെ ഒരു ശീലിച്ചാൽ മാത്രമേ റൂൾസ് ഓർമ്മ നിൽക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ 120 റൂളോ 150 റൂളോ എന്നും പറഞ്ഞ് കാണാപ്പാടം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എക്സാമിലൊന്നും ഓർമ്മ നിൽക്കാൻ പോകുന്നില്ല. നമ്മളിവിടെ കുറേ റൂൾസ് പഠിക്കും, അതിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് ഇപ്പോൾ ഏതൊരു എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ കണ്ടാലും ഓക്കെ എറർ ഏത് പാർട്ടിലും നോക്കുക, എന്നിട്ട് അവിടെ എന്താണ് ആക്ച്വലി വരേണ്ടതെന്ന് കൂടെ കറക്റ്റായിട്ട് അവിടെ നിങ്ങൾ എഴുതി പോയി കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് ടു റിമെമ്പർ ഓൾ ദ റൂൾസ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാണാപ്പാടം പഠിച്ചാൽ റൂൾസ് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. സെക്കൻഡ് യൂസേജ് എന്താണ്? സോ ഫസ്റ്റ് യൂസേജ് നമ്മൾ മനസ്സിലാക്കി എന്താണ്, പാരലൽ ആക്ഷൻസ് രണ്ടെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, രണ്ട് സൈഡിലും കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. സെക്കൻഡ് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഒരു ലോങ് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോങ് ആയിട്ട്, പെട്ടെന്ന് ഒരു ഷോർട്ട് ആക്ഷൻ അവിടെ നടന്നു. ഓക്കെ, ഇതൊരു ലോങ് ആക്ഷനാണ്, അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി, ഒരു ഷോർട്ട് ആക്ഷൻ അവിടെ സംഭവിച്ചു. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലോങ് ആക്ഷന് വേണ്ടി പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും, പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. എന്നിട്ട് ഷോർട്ട് ആക്ഷന് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും, സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഞാൻ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ വന്നു. ഓക്കെ, സോ ഞാനിവിടെ എഴുതി കാണിക്കാം. when I was listening to the music, my father came in. സോ ഞാൻ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ ഫാദർ വന്നു. ഓക്കെ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിൽ ഏതാണ് ലോങ് ആക്ഷന്? ഞാൻ പാട്ട് കേട്ടോണ്ടിരുന്നതല്ലേ, അപ്പോൾ ലോങ് ആക്ഷൻ നമ്മൾ ഏത് ഫോമിലിരിക്കണം, പാസ്റ്റ് കണ്ടിന്യൂസിൽ. സോ ഞാൻ പാട്ട് കേട്ടോണ്ടിരുന്നത് ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലാണ്, സബ്ജക്ട് പ്ലസ് വാസ് ഓർ വർ പ്ലസ് ing. പിന്നെ പെട്ടെന്ന് എൻ്റെ അച്ഛൻ വന്നു, അതൊരു ഷോർട്ട് ആക്ഷനാണ്, അതുകൊണ്ട് അതെന്തിലായിരിക്കണം, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ, സബ്ജക്ട് പ്ലസ് V2. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്ക് സബ്ജക്ട് പ്ലസ് V2 ആണ്. സോ ഇതാണ് ഇവിടുത്തെ ഈ പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, നമ്മളിവിടെ ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് എഴുതി എടുത്താൽ മതി. ലോങ് ആക്ഷൻ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ടുണ്ട്, അത് കണ്ടിന്യൂസ് ഫോമിലല്ല രണ്ടും. ഓക്കെ, രണ്ടും കണ്ടിന്യൂസ് ഫോമിലല്ല. വൺ പാർട്ട് ഈസ് ലോങ് ആക്ഷൻ, ഒരു പാർട്ട് ലോങ് ആക്ഷൻ ആണ്, എന്നാൽ കണ്ടിന്യൂസ് ഫോമിലാണ്. അടുത്ത പാർട്ട് എന്താണ്, ഷോർട്ട് ആക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലോങ് ആക്ഷൻ ഷുഡ് ബി റിട്ടൺ ഇൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് ഷോർട്ട് ആക്ഷൻ വിൽ ബി ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, in which both are not എന്ന് എഴുതണേ, in which both are not in continuous tense. ഓക്കെ, ഇവിടെ നോക്ക്, I was watching TV when my brother came in. ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷൻ എന്താണ്, ലോങ് ആക്ഷനാണ്. അപ്പോഴാണ് എന്ത് പറ്റിയത്, എൻ്റെ ബ്രദർ വന്നത്. സോ ഈ കണ്ടുകൊണ്ടിരുന്ന ലോങ് ആക്ഷന് ഞാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് വാസ് പ്ലസ് ing. ഐയുടെ കൂടെ വാസ് ആണ് വരുന്നത്. അതേസമയം എൻ്റെ ബ്രദർ പെട്ടെന്ന് വന്നത്, മൈ ബ്രദർ സബ്ജക്റ്റ് ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്, പാസ്റ്റിലാവുമ്പോൾ അതൊരു മാറ്റർ ചെയ്യില്ല, ഡയറക്ട്ലി V2. കമ്മ് V1 ആണ്, V2 കേം ആണ്, V3 വീണ്ടും കമ്മാണ്. ഇതെപ്പോഴും ശ്രദ്ധിച്ചോളണം, കമ്മിൻ്റെ കാര്യത്തിൽ V1 ഉം V3 സെയിം ആണ്, കം തന്നെയാണ്. ഓക്കെ, ഇവിടെ നോക്ക്, വെൻ മൈ ഫാദർ ഹാഡ് അറൈവ്ഡ് ഐ ഹാഡ് ബീൻ റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഞാൻ ഇതിലൊന്ന് ആലോചിച്ച് നോക്ക്, ഏതാണ് ലോങ് ആക്ഷന്, എൻ്റെ അച്ഛൻ വന്നതാണോ, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്നതാണോ? ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ നമ്മളിപ്പോഴായിട്ട് എന്താ പഠിച്ചത്, ലോങ് ആക്ഷന് നമ്മൾ എന്ത് യൂസ് ചെയ്യും, പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. ഷോർട്ട് ആക്ഷന് നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. സോ ഇവിടെ ഷോർട്ട് ആക്ഷൻ എൻ്റെ അച്ഛൻ വന്നെന്നുള്ളതാണ്, അവിടെ മൈ ഫാദർ സബ്ജക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് V2 ആണ് വേണ്ട, ഹാഡ് ഹാസ് ഒന്നും വേണ്ട. മൈ ഫാദർ അറൈവ്ഡ്. ഓക്കെ, വെൻ മൈ ഫാദർ അറൈവ്ഡ്, ഇവിടെ ഡയറക്റ്റ്ലി ഇത് മതി, അറൈവ്ഡ്. ഓക്കെ, സോ വെൻ മൈ ഫാദർ അറൈവ്ഡ്, ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് വേണം, കാരണം ഇത് ലോങ് ആക്ഷൻ ആണ്. ഹാഡ് ബീൻ അല്ല, ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. അണ്ടർസ്റ്റാൻഡ്, എക്സാമിൽ 2-3 പാർട്ടിലൊന്നും എറേഴ്സ് വരില്ല, ഏതെങ്കിലും ഒരു പാർട്ടിലേ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ക്വസ്റ്റൻ അങ്ങനെ ആയിരിക്കും, ഏതൊക്കെ പാർട്ടിൽ എറർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. ബട്ട് നൗ യു ടു അണ്ടർസ്റ്റാൻഡ്, പഠിക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ എറേഴ്സ് വയ്ക്കുന്നത് കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ്. സോ ഇവിടെ എന്താണ്, വെൻ മൈ ഫാദർ അറൈവ്ഡ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സബ്ജക്ട് പ്ലസ് V2, ഹാഡിൻ്റെ ആവശ്യമില്ല, കണ്ടിന്യൂസ് ടെൻസ് ആണ്, ലോങ് ആക്ഷന്. ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. വെൻ ദ ടീച്ചർ കെയിം ഇൻ ദ സ്റ്റുഡൻറ്റ് ഹാഡ് ബീൻ പ്ലേയിങ് ദ വീഡിയോ ഗെയിം. സോ ഇതിൽ ലോങ് ആക്ഷൻ ഏതാണ്, വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ.
അതോ ടീച്ചർ വന്നുകൊണ്ടിരുന്നതാണെന്നോ പറഞ്ഞത്? ഇല്ലല്ലോ, ടീച്ചർ വന്നു. അപ്പോഴെന്ത് പറ്റി? ആ സമയം നോക്കിയപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ ലോങ് ആക്ഷൻ എന്താണ്? സ്റ്റുഡൻറ്റ് കളിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ നമുക്ക് എന്താണ് വരേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ വരേണ്ടത്? സോ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ എന്ത് വരണം? സബ്ജക്റ്റ് സ്റ്റുഡൻറ്റ് വാസ്. ഓക്കെ, ദ സ്റ്റുഡൻറ്റ്, കാരണം അത് സിംഗുലർ ആണ്. സ്റ്റുഡൻസ് എന്നായിരുന്നെങ്കിൽ വേർ ആവുമായിരുന്നു. സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് വാസ്. ദ സ്റ്റുഡൻറ്റ് വാസ് പ്ലേയിങ് ദ വീഡിയോ ഗെയിം വെൻ ദ ടീച്ചർ കെയിം ഇൻ. ദ ടീച്ചർ സബ്ജക്റ്റ് ആണ്, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വേണ്ടത്. എന്നിട്ട് കെയിം V2 ആണ്. സോ ഇവിടെ കുഴപ്പമില്ല. ഈ പാർട്ടിൽ എറർ ഉണ്ടായിരുന്നു, അത് നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കൺസെപ്റ്റ് ഫോർ പാസ്റ്റ് കണ്ടിന്യൂസ് ആർ ക്ലിയർ. നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ 2 സ്ട്രക്ചർ കണ്ടു. 2 സ്ട്രക്ചർ എന്താണ്? ഫസ്റ്റ് സ്ട്രക്ചറിൽ 2 ആക്ഷൻസ് ഉണ്ട്. 2 പാരലായിട്ട് നടക്കുന്ന കണ്ടിന്യൂസ് ആക്ഷൻ ആണെങ്കിൽ നമ്മൾ രണ്ടിടത്തും പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. എന്നാൽ രണ്ടാമത്തെ ആക്ഷൻ എന്താണ്? രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ 2 ആക്ഷൻസ് ഉണ്ട്, പക്ഷേ ഒന്ന് ലോങ് ആക്ഷൻ, ഒന്ന് ഷോർട്ട് ആക്ഷനുമാണ്. ലോങ് ആക്ഷൻ ഉള്ളിടത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. ഷോർട്ട് ആക്ഷൻ ഉള്ളിടത്ത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. സിമ്പിൾ കൺസെപ്റ്റ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതിൽ ഇവിടെ നോക്ക്. വി വർ സ്റ്റാൻഡിങ് ഇൻ ദ ക്യൂ വെൻ ദ മാച്ച് വാസ് ബിഗിനിങ്. ഓക്കെ, സോ ഇതിൽ ഏതാണ് ലോങ് ആക്ഷന്? നമ്മൾ ക്യൂവിൽ നിന്നതാണോ അതോ മാച്ച് തുടങ്ങിയതാണോ? നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ മാച്ച് തുടങ്ങി. അപ്പോൾ ലോങ് ആക്ഷൻ ഏതാണ്? ക്യൂവിൽ വെയിറ്റ് ചെയ്തത്. സോ വൈൽ വി വർ, ഇത് വി വർ സ്റ്റാൻഡിങ് ഇൻ ദ ക്യൂ. സോ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെയാണ്, ഇവിടെ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് അല്ലേ വരേണ്ടത്, മാച്ച് തുടങ്ങി എന്നുള്ളത്. സോ ദ മാച്ച് വാസ് എന്ന് വേണ്ട ആവശ്യമില്ല. ദ മാച്ച് ബിഗാൻ, V2, സബ്ജക്ട് പ്ലസ് V2. ഇത് ലോങ് ആക്ഷൻ ആണ്, അതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ഓക്കെ ആണ്. ഇത് ഷോർട്ട് ആക്ഷൻ ആണ്, അതുകൊണ്ട് അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരണം. ഓക്കെ, നെക്സ്റ്റ് വൺ. പുൾ ഇറ്റ് ഡൗൺ. ഓക്കെ, അടുത്ത്. രോഹിത് വാസ് ഹറീഡ് ടു ദ സ്റ്റേഷൻ വെൻ ഹി ഡാഷ്ഡ് അഗെയിൻസ്റ്റ് ദ ട്രക്ക്. രോഹിത് സ്റ്റേഷനിലോട്ട് തിരക്ക് പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് പെട്ടെന്ന് ഒരു ട്രക്കിൽ ഇടിച്ചത്. സോ ഇതിൽ ലോങ് ആക്ഷൻ ഏതാണ്? അവൻ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. ട്രക്ക് ഇടിച്ചത് ഷോർട്ട് ആക്ഷൻ അല്ലേ. ഓക്കെ, സോ ലോങ് ആക്ഷൻ എന്താണ്? രോഹിത് വാസ് ഹറിയിങ് ടു ദ സ്റ്റേഷൻ എന്ന് പറയണം. രോഹിത് വാസ് ഹറീഡ് അല്ല, ഹറിയിങ്, HURRYING, ഹറിയിങ് ടു ദ സ്റ്റേഷൻ വെൻ ഹി ഡാഷ്ഡ് അഗെയിൻസ്റ്റ് ദ ട്രക്ക്. ഇവിടെ നോക്ക്, ഹി സബ്ജക്റ്റ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് V2. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ മാത്രമേ ഈ ലോങ് ആക്ഷന് വേണ്ടി നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് വേണമായിരുന്നു. ഓക്കെ, ഐ ഫൗണ്ട് ദ സിൽവർ കോയിൻ ആസ് ഐ ക്ലീൻ ദ ഫ്ലോർ. ഇതിൻ്റെ അർത്ഥം നോക്ക്, ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് സിൽവർ കോയിൻ കിട്ടിയെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ലോങ് ആക്ഷൻ ആണ്. സിൽവർ കോയിൻ കണ്ടത് എന്താണ്? ഷോർട്ട് ആക്ഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നേരത്തെ ഇതുവരെ എല്ലാം ഷോർട്ട് ആക്ഷന് വേണ്ടി, ആ ഷോർട്ട് ആക്ഷൻ ലോങ് ആക്ഷനിൽ വെൻ എന്നുള്ള വേർഡ് വെച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടിന്യൂസ് പാരലൽ ആക്ഷൻ ആണെങ്കിൽ വൈലാണ്. ഇവിടെ ആസ് എന്നുള്ള അർത്ഥവും നമുക്ക് ഷോർട്ട് ആക്ഷൻ ലോങ് ആക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വെന്നിന് പകരം. സോ ഐ ഫൗണ്ട് ദ സിൽവർ കോയിൻ ആസ് ഐ വാസ് ക്ലീനിങ് ദ ഫ്ലോർ എന്ന് വരും. ഓക്കെ, സോ ഐ ഫൗണ്ട് ഇത് ഷോർട്ട് ആക്ഷൻ ആണ്, കണ്ടത് സബ്ജക്ട് പ്ലസ് V2. പക്ഷേ ഇവിടെ ആസ് ഐ വാസ് ക്ലീനിങ് ദ ഫ്ലോർ എന്നാണ് വരേണ്ടത്, കാരണം അതാണ് ലോങ് ആക്ഷൻ. അതേപോലെ he would attempt to open the umbrella when his spectacles slipped off and fell down. സോ അവൻ കുട തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറ്റി? കണ്ണാടി സ്ലിപ്പായി തറയിൽ വീഴുന്നു. അപ്പോൾ ഏതാണ് ലോങ് ആക്ഷൻ, ഏതാണ് ഷോർട്ട് ആക്ഷൻ? പറയൂ. കണ്ണാടി സ്ലിപ്പായി തറയിൽ വീഴുന്നതല്ലേ ഷോർട്ട് ആക്ഷന്? അതപ്പോൾ തറയിൽ വീഴുന്നോണ്ടിരുന്നതാണോ പറഞ്ഞത്? അല്ല. പക്ഷേ എന്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്? കുട തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അത് ലോങ് ആക്ഷനിൽ. യെസ്, അപ്പോൾ ഇത് ലോങ് ആക്ഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരണം? കണ്ടിന്യൂസ് ടെൻസ് വേണം. സബ്ജക്റ്റ് ഇത് കറക്റ്റാണ്, സബ്ജക്റ്റ് ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ വാസ് വരും. ഹി വാസ് അറ്റംപ്റ്റിംഗ് എന്ന് വരും. ഹി വാസ് അറ്റംപ്റ്റിംഗ് ടു ഓപ്പൺ ദ അംബ്രല്ല വെൻ ഹിസ് സ്പെക്ടാക്കിൾസ് ലിഫ്റ്റ് ഓഫ് ആൻഡ് ഫെൽ ഡൗൺ. വേറെ ഒരു പ്രശ്നവും ഇല്ല, കാരണം ഹിസ് സ്പെക്ടാക്കിൾസ് ഇവിടെ സബ്ജക്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റിന് ഇത് V2. സോ ഇവിടെ പ്രശ്നമില്ല, ലോങ് ആക്ഷന് മാത്രമേ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. Okay, I hope this concept is clear. Please make sure you write down these questions and practice yourself also after the watching the video. Okay, that will help you a lot. അടുത്ത് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കി അതിൻ്റെ കണ്ടിന്യൂസ് എക്സാമ്പിളാണ്. I used to walk along the road when a wild and ferocious dog knocked me down. നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചപ്പോൾ ഹാബിറ്റ് ഓഫ് ദ പാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ പറഞ്ഞു തന്നായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1. യെസ്, സോ ഇവിടെ കിടപ്പുണ്ട് അതേപോലെ ഐ യൂസ് ടു, സബ്ജക്ട് പ്ലസ് യൂസ് ടു പ്ലസ് V1. പക്ഷേ ആ സ്ട്രക്ചറാണ് നമ്മൾ ഹാബിറ്റ് ഓഫ് ദ പാസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ അർത്ഥത്തിലൊരു പ്രശ്നം വരും. എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്ക്. ഞാൻ പറയാണ്
ഐ യൂസ് ടു വാക്ക് അലോങ് ദ റോഡ് വെൻ എ വൈൽഡ് ആൻഡ് ഫെറോഷ്യസ് ഡോഗ് നോക്ക്ഡ് മീ ഡൗൺ. എന്ന് തള്ളിയിട്ടെന്നാണ്. ഒരു ഫെറോഷ്യസ് ഡോഗ്, വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു ഡോഗ് എന്നെ എന്ത് ചെയ്ത് ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ തള്ളിയിട്ടു. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്നെ തള്ളിയിട്ടെന്നാണോ, അതോ എപ്പോഴൊക്കെ ഞാൻ നടക്കുമായിരുന്നു, ഹാബിറ്റ് ഓഫ് ദ പാസ്റ്റിൽ ഞാൻ എപ്പോഴൊക്കെ നടക്കാൻ പോകുമായിരുന്നു അപ്പോഴൊക്കെ എന്നെ പട്ടി തള്ളിയിടുമെന്നാണോ? അതല്ലല്ലോ ഉദ്ദേശിച്ചത്. എൻ്റെ ഹാബിറ്റ് അല്ലല്ലോ. സ്ഥിരം ഞാൻ നടക്കാൻ പോകുമായിരുന്നു, സ്ഥിരം എന്നെ പട്ടി തള്ളിയിടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തലയ്ക്ക് സുഖമില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. പട്ടി തള്ളിയിടുമെന്ന് അറിഞ്ഞിട്ട് വീണ്ടും നടക്കാൻ പോകുന്നത്. യെസ്. സോ ബേസിക്കലി അവിടെ ഉദ്ദേശിച്ചത് അതല്ല. ബേസിക്കലി ഉദ്ദേശിച്ചത് ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറ്റി, പട്ടി വന്ന് എന്നെ തള്ളിയിട്ടു. അപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ലോങ് ആക്ഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരണം? ഐ വാസ് വാക്കിംഗ് അലോങ് ദ റോഡ്. അപ്പോൾ ഇത് ലോങ് ആക്ഷനായി. വെൻ എ വൈൽഡ് ആൻഡ് ഫെറോഷ്യസ് ഡോഗ്, ഇത് ഇവിടെ സബ്ജക്റ്റ് ഇതാണ്, വൈൽഡ് ആൻഡ് ഫെറോഷ്യസ് ഡോഗ്. ഇത് സബ്ജക്റ്റ് നോക്ക്ഡ് ഹിം ഡൗൺ. V2 നോക്ക്ഡ്. ഓക്കെ, നോക്കുന്നത് തള്ളിയിടുക. നോക്ക്ഡ് മീ ഡൗൺ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഐ വാസ് വാക്കിംഗ്. യൂസ് ടു എന്നുള്ള വാക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം പാസ്റ്റുള്ള ഹാബിറ്റ് ആണെന്നാണ്. ഇതൊരു ഹാബിറ്റ് അല്ല, സ്ഥിരം നടന്നുകൊണ്ടിരുന്ന സംഭവമല്ല. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് സെൻസ് കിട്ടുന്നതാണ്. എക്സാക്ട്ലി, വെറുതെ സ്ട്രക്ചർ കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മീനിങ് കറക്റ്റ് ആവണം. ഓക്കെ. സോ വെൻ ദ ആർമി ഹാഡ് കം ദേ ഹാഡ് ബീൻ എൻജോയിങ് ദ പാർട്ടി. അഗെയിൻ ഇതിൽ ആർമി വന്നപ്പോഴേ അവർ പാർട്ടി എൻജോയ് ചെയ്യായിരുന്നു. പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ ലോങ് ആക്ഷന്. ഓക്കെ, ആർമി വന്നതുള്ള ഷോർട്ട് ആക്ഷനാണ്. സോ ഷോർട്ട് ആക്ഷൻ ഇവിടെ ആർമി ഹാഡ് കം എന്നല്ല വരേണ്ടത്, ആർമി സബ്ജക്റ്റ് ആണ്, അതിനുശേഷം V2 ആണ് വരേണ്ടത് ഡയറക്ട്ലി. സോ വെൻ ദ ആർമി കെയിം, ഓക്കെ, സബ്ജക്ട് പ്ലസ് V2. ആർമി ഹാഡ് കം അല്ല, സബ്ജക്ട് പ്ലസ് V2. ദേ ഹാഡ് ബീൻ അല്ല, ദേ ആണ്, ഇപ്പോൾ പ്ലൂറൽ ആണ്, സബ്ജക്റ്റ് ദേ ആണ്. അപ്പോൾ ദേ വർ എൻജോയിങ് ദ പാർട്ടി. ഓക്കെ, രണ്ട് സൈഡിലും എററുണ്ട്. വെൻ ദ ആർമി കെയിം ദേ വർ എൻജോയിങ് ദ പാർട്ടി. ഐ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഈസ് ഓൾസോ വെരി ക്ലിയർ. അടുത്ത്, വൈൽ ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് മൈ ഫുഡ് മൈ ബ്രദർ വാസ് വാച്ചിങ് TV. ഇവിടെ രണ്ട് ആക്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുമായിരുന്നു, അതേസമയം എൻ്റെ അനിയൻ എന്തായിരുന്നു, TV കാണുമായിരുന്നു. ഇപ്പോൾ ഇത് രണ്ട് ആക്ഷൻ ഒരേ സമയത്ത് നടക്കുന്ന കണ്ടിന്യൂസ് ആക്ഷനാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫസ്റ്റ് യൂസേജ് ഓർമ്മ ഉണ്ടല്ലോ. പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടക്കുന്നു, കണ്ടിന്യൂസ് ഫോമിൽ ഒരേ സമയത്ത് നടക്കുകയാണെങ്കിൽ വൈൽ എന്നുള്ള വാക്ക് കാണുമ്പോഴും നമുക്കൊരു ഉദ്ദേശം കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് വേണം. അപ്പോൾ രണ്ട് സൈഡിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സ്ട്രക്ചർ എന്താവണം? വൈൽ ഹാഡ് ബീൻ അല്ല, വൈൽ ഐ വാസ് ഈറ്റിംഗ് ഫുഡ് മൈ ബ്രദർ വാസ് വാച്ചിങ് TV. ഇവിടെ മൈ ബ്രദർ സബ്ജക്റ്റ് ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ വാസ് വന്നു, ING. ഇവിടെ ഐയുടെ കൂടെ നമുക്ക് വാസ് ആണ് വരുന്നത്, ഈറ്റിംഗ് ഫുഡ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നൗ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫിനിഷ് ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളൂ എന്നുള്ളത്. നമ്മൾ അക്കാഡമിക് ലെവലിൽ പഠിച്ച് PhD എടുക്കാനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സിലബസ് തീരത്തുമില്ല. സോ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ജനറൽ കമ്മ്യൂണിക്കേഷനിൽ പോലും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എക്സാമിൽ ഇതിനെക്കുറിച്ചൊരു ക്വസ്റ്റൻസും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചറും പറഞ്ഞ് ഒരു യൂസേജും പറഞ്ഞ് മൂവ് ഓൺ ചെയ്യാണ്. ഇതിനെക്കുറിച്ച് എക്സാംസിൽ ക്വസ്റ്റൻസ് വന്നിട്ടില്ല. സോ സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് നടക്കുന്നത്? ഇറ്റ് റിപ്രസെൻറ്റ്സ് എ കണ്ടിന്യൂസ് ആക്ഷൻ വിച്ച് വിൽ ഹാപ്പൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കണ്ടിന്യൂസ് ആക്ഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V1 പ്ലസ് ING. ഓക്കെ, എക്സാമ്പിൾ നോക്ക്. രാഹുൽ സബ്ജക്റ്റ്, വിൽ ഓർ ഷാലിൻ്റെ യൂസേജിനെ കുറിച്ചും ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. അതേപോലെ ബി, ഓക്കെ, ആ മൂന്ന് സ്ട്രക്ചറായി. അത് കഴിഞ്ഞിട്ട് V1 പ്ലസ് ING. ഓക്കെ, രാഹുൽ വിൽ ബി റീഡിങ് വേരിയസ് കൈൻഡ്സ് ഓഫ് ബുക്സ്. ദാറ്റ്സ് ഓൾ. അത്ര മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച്. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആവശ്യമുള്ള കാര്യം മാത്രം നമ്മൾ നോക്കി. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ പെർഫെക്റ്റ് ടെൻസ്. ഇതുവരെ പഠിപ്പിച്ചതെല്ലാം മനസ്സിലായിട്ടൊന്നും വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.